ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിലെ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് കണ്ടു കാണും അല്ലേ? ഏറ്റവും അടിപൊളി റിസൾട്ടാണ് നമ്മളുടെ എക്സാം വിന്നറിന് ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ എക്സാം വിന്നറിലെ നമ്മുടെ അഗ്നി ബാച്ചിലെ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും ആളുകൾ ഫുൾ മാർക്ക്. നിങ്ങളിപ്പം ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു മാർക്ക് പോലും പോകാതെ എങ്ങനെയാണ് ഇവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. പ്ലസ് അവർ നമ്മളുടെ എക്സാമിനർ ബാച്ചിലൂടെ, നമ്മളുടെ അഗ്നി ബാച്ചിലൂടെ അവർക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ള മക്കളാണ്. ആൻഡ് അതിൻ്റെ റിസൾട്ട് നമ്മളുടെ ബാച്ചിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള മക്കൾ, ഇത് ഒരു മാർക്ക് ആകെ പോയിട്ടുള്ളൂ. 520-ൽ ഒരു മാർക്ക് ആകെ പോയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ ഇത് നമ്മൾ 518 കിട്ടിയിട്ടുള്ള മക്കളാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടിയ 650+ മക്കളാണുള്ളത്. ആൻഡ് സയൻസ് സബ്ജക്ട്സിൽ ഫുൾ A+ കിട്ടിയിട്ടുള്ള മക്കളുണ്ട്. ഫുൾ മാർക്ക് സയൻസ് സബ്ജക്ട്സിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ആൻഡ് 99% മുകളിലുള്ള 157ഓളം ആൾക്കാരുണ്ട്. 98% മുകളിലുള്ള 380ഓളം ആൾക്കാരുണ്ട്. 95% മുകളിലുള്ള 830ഓളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും തന്നെ ഒട്ടും പിന്നിലല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത്രയും ഇപ്പം ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുകയാണ്, ആകെ നമ്മളുടെ എക്സാമിനറിന് ഒരു 520 കിട്ടിയ ഇത്രയും കുട്ടികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, എന്താണ് അവർ ചിലപ്പോൾ ബുജ്ജികളായിട്ടായിരിക്കാം, ഇത്രയും കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 520 കിട്ടിയ ആൾക്കാർ, 519 കിട്ടിയ ആൾക്കാർ, 518 കിട്ടിയ ആൾക്കാർ, 516, 17 ഇങ്ങനെ പോവുകയാണെങ്കിൽ കാണിച്ചാൽ തീരില്ല. അതിനൊക്കെ പുറമെ ഫുൾ A+, സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്ക്, ദെൻ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ A+, ദെൻ 95, 98 ഒക്കെ കിട്ടിയ ആൾക്കാർ. അതായത് നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മക്കളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരാളും പോലും അവർ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ട് ഒന്നും ആവാതെ ഒരിക്കലും ഇരിക്കില്ല. അവരുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ തന്നെ നമ്മളുടെ ബാച്ചിലുള്ള മക്കൾ എത്തിയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ള മക്കൾ എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് ക്ലാസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. പക്ഷേ മക്കളെ, നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഇത്രയും ഇപ്പോൾ SSLCയിലൊക്കെ നല്ല ഫുൾ A+ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് സ്ട്രീമാണ് എടുക്കാൻ പോകുന്നത് അല്ലേ? ബയോ സയൻസ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇനി കൊമേഴ്സ് ആണോ? അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യണേ? നമുക്ക് സമയമുണ്ടല്ലേ, ഒത്തിരി സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു തുടങ്ങാൻ പറ്റും. അങ്ങനെ എൻ്റെ മക്കൾക്ക് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, ഇനി ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത് മിസ് എടുത്തു പറയാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മളുടെ മിസ് വെറുതെ പറയല്ല, നിങ്ങൾ നമ്മളുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളുടെ +1 ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മക്കൾ ഫുൾ A+, ഫുൾ മാർക്സൊക്കെ കിട്ടിയ മക്കളുടെയൊക്കെ ഇൻ്റർവ്യൂ, അവരുടെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഏത് ഫീച്ചറാണെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിങ്ങനെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും വർഷങ്ങളായിട്ട് ചോദിച്ചതിൻ്റെ. ചില മക്കൾ പറഞ്ഞിട്ടുണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് ഇങ്ങനെ ലേണിംഗ് വീഡിയോസ് ഇരിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൺഫ്യൂഷൻ വരുമ്പം എന്ത് ചെയ്യേണ്ട, എല്ലാം ഇപ്പോൾ ലൈവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ലൈവ് ആയാലും വേറെ ഏതെങ്കിലും ഒരു ഫുൾ ലൈവ് സെഷൻ ആണെങ്കിൽ അതിൽ പോയിട്ട് കണ്ടുപിടിക്കണം അല്ലേ, എവിടെയാണ് ഇതിരിക്കണേന്നുള്ളത്. പക്ഷേ നമ്മൾ ടോപ്പിക് വൈസ് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ടോപ്പിക്കാണോ, ഈ ടോപ്പിക്ക് ഒരു 10 മിനിറ്റിൻ്റെ. വേറൊരു മോള് പറഞ്ഞൊരു കാര്യം മിസ്സിന് ഓർമ്മയുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് കുഞ്ഞു ലേണിംഗ് വീഡിയോസ് ആണല്ലോ ഓരോ ടോപ്പിക്ക്. അപ്പോൾ ഇത് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പഠിക്കാനുള്ളത് തീർത്തല്ലോ. അതായത് ഒരു ഫുൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിക്കാതെ കുറച്ചായി പഠിക്കുമ്പോൾ ഉള്ള മനസ്സിനുള്ളൊരു സമാധാനം അത് വേറെ ലെവലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്യാം. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവർ പറയുന്നത് കംപ്ലീറ്റ് അവിടെ പ്രൂഫുണ്ട്. ഓക്കെ, അപ്പം ഇത് റെക്കോർഡഡ് ക്ലാസ് ചെയ്യേണ്ടവർക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ആണെങ്കിൽ അതുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻസും അതിൻ്റെ നോട്ട്സും എൻ്റെ മക്കൾക്ക് അവൈലബിൾ ആകും. അതിനൊക്കെ പുറമേ നിങ്ങൾക്ക് എക്സാംസ് നടത്തും.
ഈ എക്സാംസ് എന്തിനാ? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പഠിച്ചത് ഓർത്തെടുത്ത് ഒരു എക്സാം നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്കൂളിൽ എക്സാം ഫേസ് ചെയ്യുന്നതിന് മുൻപേ അതൊന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ആവാനൊക്കെ വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസും കമ്പൈൻഡ് എക്സാംസും മോഡൽ എക്സാം, അതിന് ഓണം എക്സാമിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രീ മോഡൽ പോലെ നമ്മളുടെ എക്സാം എന്നാണ്ട് ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാം ഉണ്ടാവും, പിന്നെ പബ്ലിക് എക്സാമിനും ഉണ്ടാവും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഫുൾ കോൺഫിഡൻസോട് കൂടി ആയിരിക്കും എൻ്റെ മക്കൾ നിങ്ങളുടെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 5999 ആണ് നമ്മളുടെ ഫീസ്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ സയൻസ് വേണ്ടവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഉള്ളവർക്ക് കൊമേഴ്സ് സബ്ജക്റ്റും നമ്മുടെ ജ്വാല ബാച്ചുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇതേപോലെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മളുടെ മിസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യും.